പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വചനചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 34 അധ്യായം 19 വാക്യം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാവുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിലൂടെ ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാവുന്നു. അതായത് ദൈവമാർഗത്തിൽ നടക്കുന്നവർക്കും ചില സാഹചര്യങ്ങളിൽ പരീക്ഷണങ്ങളും ശോധനകളും ഉണ്ടായേക്കാം. വിശ്വാസിയായി നാം ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ വഴികളിൽ കല്ലുകളും മുള്ളുകളും കണ്ടേക്കാം. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഉണ്ടാവുന്ന വേദനകൾ നമ്മളെ തകർക്കുവാൻ വേണ്ടിയുള്ളതല്ല, നമ്മെ ദൈവിക സാന്നിധ്യത്തിലേക്കും ദൈവിക വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്കും നടത്തുവാൻ ഇത് കാരണമാക്കി ദൈവം തീർക്കുന്നു. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല, എന്നാൽ തട്ടാൻ സ്വർണത്തെ തീയിൽ ശുദ്ധീകരിക്കുന്നത് പോലെ ദൈവം തന്റെ മക്കൾക്ക് ചില ശോധനകൾ അനുവദിച്ച് മഹത്വത്തിനായി അവരെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളുമെല്ലാം ദൈവം നന്മയ്ക്കായി ദൈവിക വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിനായി തീർക്കുമെന്ന് നാം ഉറച്ചു വിശ്വസിക്കുക. കാരണം വചനം ഒരു ഉറപ്പ് നമുക്ക് നൽകുന്നു. അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. കർത്താവ് വിടുവിക്കുന്ന ദൈവമാണ്. അനർത്ഥത്തിനുള്ളിൽ തന്നെയാണ് കർത്താവ് നമുക്കായി വഴികളെ ഒരുക്കുന്നത്, നമുക്കായി വഴികളെ തുറക്കുന്നത്. മനുഷ്യന്റെ സഹായം തീരുമ്പോൾ ദൈവത്തിന്റെ കരങ്ങൾ നമുക്കായി തുറക്കപ്പെടുന്നു. ശത്രു വീഴ്ചയ്ക്കായി ഒരുക്കിയ നമ്മുടെ വേദനയുടെ അനുഭവങ്ങൾ ദൈവം അതിനെ വിജയത്തിന്റെ പടിവാതിലാക്കി തീർക്കും. അനർത്ഥങ്ങൾ എത്ര ഉണ്ടായാലും കർത്താവ് അവ എല്ലാറ്റിൽ നിന്നും നമ്മളെ വിടുവിക്കുവാൻ ഇടയായി തീരും. നീതിമാന്റെ ജീവിതം ഒരു പക്ഷേ കണ്ണുനീർ നിറഞ്ഞതായിരിക്കാം, പക്ഷേ അവസാനം അത് ദൈവിക വിജയത്തിന്റെ വലിയ സാക്ഷ്യമാക്കി കർത്താവ് തീർക്കും. അതുകൊണ്ട് ഒരു കാര്യം നാം ആത്മാവിൽ ഉറപ്പിക്കുക. ചിലപ്പോൾ അനർത്ഥങ്ങൾ നാം കണ്ടേക്കാം, പക്ഷേ നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ വഴികളിലും നമ്മളോട് കൂടെ നടന്ന് അതിൽ നിന്നെല്ലാം നമ്മളെ വിടുവിച്ച് ദൈവത്തിന്റെ മഹത്വം കാണുവാൻ, ദൈവത്തിന്റെ വലിയ സാക്ഷിയാക്കി നിർത്തുവാൻ ഇടയായിട്ട് തീരും. ഈ വലിയ പ്രത്യാശയോടും ഈ വലിയ വിശ്വാസത്തോടും കൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല ദൈവികാലോചനയ്ക്കായി സ്തോത്രം. ഈ വചനത്തിലൂടെ ഞങ്ങൾക്ക് തുറന്ന വലിയ വിടുതലുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇത് കേട്ട ഓരോ മക്കളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.